പ്രൈസ് ലോർഡ്. ആവേ മരിയ. ഞാനിപ്പോൾ ഫാത്തിമയിലെ മ്യൂസിയത്തിലാണ്. അപ്പോൾ ഈ മ്യൂസിയത്തിൽ നമുക്ക് ഒത്തിരിയധികം സംഭവങ്ങൾ കാണാനുണ്ട്. അതോടൊപ്പം തന്നെ ഈ മ്യൂസിയത്തോട് അറ്റാച്ച് ചെയ്ത് തന്നെയാണ് ഇവരുടെ ഓഫീസുള്ളത്. അപ്പോൾ നമുക്ക് വിശുദ്ധ കുർബാനകൾ അതായത് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഇൻറ്റൻഷൻസ് നമുക്ക് ഒരു എൻവലപ്പിൽ എഴുതിയിട്ട് ഒരു 10 യൂറോസാണ് ഇവിടെ വിശുദ്ധ കുർബാനയുടെ ഒരു ഫീസായിട്ട് അവർ മേടിക്കുന്നത്. അത് നമുക്ക് ഇവിടെ മൺഡേ ടു സൺഡേ 9 മണിയൊക്കെ ഓഫീസ് തുറക്കും, 9 തൊട്ട് ഈവനിങ് വരെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്കിവിടെ വന്നിട്ട് നമ്മുടെ ഇൻറ്റൻഷൻസ് എഴുതി നമുക്കിവിടെ ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. ഫാത്തിമയിൽ വിശുദ്ധ കുർബാനകൾ അർപ്പിക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് അത് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാന ഇപ്പോൾ വൈദികരാണെങ്കിൽ വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നേരത്തെ തന്നെ മറ്റുവേണമെങ്കിൽ വെബ്സൈറ്റിൽ കയറി ഇമെയിൽ അയച്ച് നേരത്തെ തന്നെ ബുക്ക് സ്ലോട്ട് ചെയ്യുക. സാറ്റർഡേ സൺഡേ വിശുദ്ധ കുർബാനകൾ അർപ്പിക്കാനായിട്ടുള്ള സ്ലോട്ട് ബുക്ക് ചെയ്യുക എന്നുള്ള ഓഫീസ് അവധിയാണ്. മൺഡേ ടു ഫ്രൈഡേ അത് വരത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ ഇമെയിൽ അയച്ച് ബുക്ക് ചെയ്യുക. പ്രത്യേകിച്ചും അപ്പാരിഷൻ ചാപ്പലിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു നമുക്ക് കിട്ടുന്ന വലിയൊരു കൃപയാണല്ലോ. അത് പ്രത്യേകിച്ചും ഫാത്തിമയിലും അതുപോലെ തന്നെ ലൂർദിൽ നമ്മുടെ ഗ്രോട്ടോ, അതുപോലെ തന്നെ മെജുഗുരി, പിന്നെ നമ്മുടെ മെക്സിക്കോയിലെ ഗൗഡ്ലെപ്പെ ഇവിടെയൊക്കെ അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്യുക. പിന്നെ ഇനി പറഞ്ഞ പോലെ നമുക്ക് വിശുദ്ധ കുർബാനയുടെ ഇൻറ്റൻഷൻസ് നമുക്ക് ഇവിടെ എഴുതി വിശുദ്ധ കുർബാന ഇവിടെ തന്നെ ഇവർ അർപ്പിച്ചോളും. അത് നമുക്ക് ഒരു 10 യൂറോസ് ക്യാഷായിട്ട് തന്നെ, കാർഡായിട്ട് പേയ്മെൻറ്റ് നടക്കുന്നതിൽ ക്യാഷായിട്ട് തന്നെ എൻവലപ്പിലിട്ട് നമ്മുടെ ഇൻറ്റൻഷൻസ് നമ്മുടെ ഡീറ്റെയിൽ എഴുതി ഇവിടെ കൊടുക്കാവുന്നതാണ്. ആ ഓഫീസിൻ്റെ ഒരു ഇത് വിഷ്വലൈസേഷനാണ് കാണിക്കുന്നത്. എൻ്റെ ഓഫീസിൻ്റെ ഇവിടെ ആൾക്കാർ ധാരാളം പേര് കുർബാന കൊടുക്കാനായിട്ട് കുർബാനയ്ക്കുള്ള ഇൻറ്റൻഷൻ ഇതാണ് എൻവലപ്പ്. ഈ എൻവലപ്സ് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഈ ബോക്സ് 10 യൂറോസും നമ്മുടെ ഇൻറ്റൻഷൻസൊക്കെ എഴുതി ഈ ബോക്സിൽ തന്നെ ഇടുക. ഔട്ട് സൈഡിൽ ഇപ്പം സൺഡേ ആണ്, വിശുദ്ധ കുർബാന പബ്ലിക്കായിട്ട് ഔട്ട് സൈഡ് നടക്കുകയാണ്. ഞാൻ അതിൻ്റെ ഒരു വിഷ്വലൂടെ എടുത്തിട്ട് ഞാൻ ഈ വീഡിയോ ക്ലോസ് ചെയ്യുന്നതായിരിക്കും.